ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ആരാധകമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിന്റെ ദാസൻ ഷനു സാമുവൽ അടൂർ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാൽ. ദൈവസ്നേഹമേ ദൈവസ്നേഹമേ, അതിനുള്ളകലമുയരമാഴമപ്രമേയമേ. ദൈവസ്നേഹമേ ദൈവസ്നേഹമേ, അതിനുള്ളകലമുയരമാഴമപ്രമേയമേ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 65-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരാകും. സങ്കീർത്തനക്കാരൻ ചില ഭാഗ്യ അവസ്ഥകളെ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്താണ് താൻ ഭാഗ്യമായി കാണുന്നത്? ദൈവത്തിന്റെ പ്രാകാരത്തിൽ പാർക്കാനിടയാകുന്നത് വലിയ ഭാഗ്യമാണ്. വീണ്ടും അവിടെ കാണുന്നത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് വലിയ ഭാഗ്യമാണ്. മൂന്നാമതായി കാണുന്നത് ദൈവാലയത്തിന്റെ നന്മ കൊണ്ട് തൃപ്തരാകാൻ കഴിയുന്നത്, അതും ഭാഗ്യമാണ്. ദൈവത്തിന്റെ പ്രാകാരത്തിൽ പാർക്കുക എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യമുള്ളിടത്ത് ദൈവത്തോടു കൂടെ ദൈവിക സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ആയിരിക്കുന്നത് ഏറ്റവും ഭാഗ്യകരമായ ഒരു കാര്യമാണ്. ഒരു ഭക്തന്റെ ജീവിതത്തിൽ അവൻ കാണുന്ന ഭാഗ്യകരമായ അവസ്ഥകളെയാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ ഓർപ്പിക്കുന്നത്. വാസ്തവത്തിൽ വളരെ ചിന്തനീയമായ കാര്യമാണ് ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്താനും ആരാധിക്കാനും കഴിയുന്നത്, ദൈവ നന്മകൾ അനുഭവിക്കാൻ കഴിയുന്നത് വലിയ ഭാഗ്യമാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അതിനായിട്ട് തെരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് എത്രയോ വലിയൊരു കാര്യമാണ്. അതൊരു വലിയ ഭാഗ്യമാണ്. യാതൊരു യോഗ്യതയുമില്ലാതിരുന്ന, ആർക്കും വേണ്ടാതിരുന്ന, ഒരു ഗുണവുമില്ലാത്ത എന്നെയും നിങ്ങളെയും ദൈവം തെരഞ്ഞെടുത്തു. നാം ദൈവത്തെ തെരഞ്ഞു പോയതല്ല, ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ദൈവം നമ്മെ തേടി വന്നു. നാം ദൈവത്തെ അന്വേഷിച്ചു പോയതല്ല. പാപം നിമിത്തം ദൈവത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നമ്മെ തേടി വന്ന ദൈവം, ആ ദൈവം അയോഗ്യരായ, അവിശ്വസ്തരായ, ഒന്നിനും കൊള്ളരുതാത്ത നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തു. എത്രയോ വലിയ ഭാഗ്യമാണ്. ആ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് നമുക്ക് ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കഴിയുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരൻ വീണ്ടും പറയുകയാണ്, ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരാകും. ദൈവികമായി ദൈവത്തെ ആരാധിക്കുന്ന, ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന നന്മ, ദൈവാലയത്തിന്റെ നന്മ, ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ആരാധിക്കുമ്പോൾ, അത് വലിയൊരു തൃപ്തിയാണ്, അതൊരു ഭാഗ്യമാണ്. ആലയത്തിന്റെ നന്മയെന്ന് പറയുമ്പോൾ ദൈവത്താൽ ലഭിക്കുന്ന എല്ലാ നന്മകളും നമുക്കറിയാം. എത്രയോ നന്മകളാണ് നമുക്ക് ദൈവത്താൽ ലഭിക്കുന്നത്. എത്രയോ നന്മകളാണ് ദൈവം നമുക്ക് തരുന്നത്. ഓരോ ദിവസവും ഓരോ നിമിഷങ്ങളിലും നാം ചിന്തിക്കുമ്പോൾ അനവധിയായ നന്മകൾ, അർഹിക്കാത്ത നന്മകൾ നമുക്ക് ദൈവം തന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നും ദൈവം നമ്മെ നന്മകൾ നൽകി അനുഗ്രഹിക്കുകയാണ്. ഈ നന്മകളൊക്കെ ലഭിപ്പാൻ നമുക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ആ നന്മ കൊണ്ടാണ് ദൈവം നമ്മെ തൃപ്തരാക്കുന്നത്. പലപ്പോഴും മനുഷ്യനെ അലട്ടുന്ന വലിയ പ്രശ്നം അവന് തൃപ്തരാകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്തെല്ലാം ഉണ്ടെങ്കിലും ഒരു തൃപ്തിയില്ലാത്ത അവസ്ഥ. എന്നാൽ ദൈവത്തിന്റെ പ്രാകാരത്തിൽ പാർത്തുകൊണ്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദൈവത്തിന്റെ നന്മ അനുഭവിക്കുമ്പോൾ
ദാവീദ് പറയാണ്, സങ്കീർത്തനക്കാരൻ പറയാണ്, അതൊരു വലിയ തൃപ്തിയാണ്. ആ തൃപ്തി അനുഭവിക്കുമ്പോഴാണ് ഹൃദയം നിറഞ്ഞ് ദൈവത്തിന് നന്ദി പറയാൻ കഴിയുന്നത്. ആ തൃപ്തി അനുഭവിക്കുമ്പോഴാണ് ഹൃദയത്തിൽ നിന്ന് ആരാധനയുടെ ശബ്ദമുയരുന്നത്. ആ തൃപ്തി അനുഭവിക്കുമ്പോഴാണ് ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി എന്ന് പറയാൻ കഴിയുന്നത്. എത്രയോ വലിയ ഭാഗ്യമാണെന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഈ ഭാഗ്യാവസ്ഥ അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ ഹൃദയം അങ്ങനെയാണോ ദൈവം മുൻപാകെ ആയിരിക്കുന്നത്? ദൈവീകമായ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട്, ദൈവം തിരഞ്ഞെടുത്തു എന്ന ബോധ്യത്തോടുകൂടെ, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനെ മനസ്സിലാക്കി, യോഗ്യതയില്ലാതെ ലഭിക്കുന്ന നന്മകളെ ഓർത്തുകൊണ്ട്, അർഹതയില്ലാതെ നമ്മെ കരുതുന്ന, നമ്മെ പരിപാലിക്കുന്ന, കൈവിടാതെ നമ്മോട് കൂടെ ഇരിക്കുന്ന ആ ദൈവ നന്മകൾ ഓരോ നിമിഷങ്ങളും അനുഭവിച്ച്, ദൈവത്തിന്റെ നന്മ അനുഭവിച്ച് തൃപ്തരായി ജീവിക്കാൻ കഴിയുക. അങ്ങനെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ അർത്ഥവത്തായ വശം എന്ന് പറയുന്നത്. പലപ്പോഴും ജീവിതത്തിൽ അത് ആസ്വദിക്കാൻ കഴിയാതെ പോകുന്നത് നമ്മുടെ പോരായ്മയാണ്. അതുകൊണ്ടാണ് ഹൃദയം തുറന്ന് ദൈവത്തോട് നന്ദി പറയുവാനും, ദൈവത്തെ ആരാധിക്കുവാനും, ദൈവത്തെ സ്തുതിക്കുവാനും കഴിയാതെ വരുന്നത്. എന്നാൽ ദൈവാലയത്തിന്റെ നന്മ അനുഭവിക്കുമ്പോൾ, അവന്റെ പ്രാകാരത്തിൽ പാർക്കുമ്പോൾ, അവൻ നമ്മെ തിരഞ്ഞെടുത്തു എന്നോർക്കുമ്പോൾ, നമുക്ക് ആ ദൈവത്തെ സ്തുതിക്കാൻ ധാരാളം വകയുണ്ട്. നമുക്ക് ആ ദൈവത്തെ മഹത്വപ്പെടുത്താം. അർഹതയില്ലാത്ത സ്ഥാനത്ത് നമ്മെ തേടി വന്ന, നമ്മെ തിരഞ്ഞെടുത്ത ആ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ്, ദൈവം എത്രയോ നന്മകളാണ് നമുക്ക് നൽകുന്നത്. അതൊക്കെ ഓർത്തുകൊണ്ട് അനുദിനം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, ഭക്തിയുള്ളവരായി, വിശ്വസ്തരായി അവന്റെ പ്രാകാരങ്ങളിൽ പാർത്ത് ആ ദൈവത്തിന്റെ ആലയത്തിന്റെ നന്മ അനുഭവിച്ചുകൊണ്ട്, ആ വിശുദ്ധ മന്ദിരത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട്, ആത്മീകമായ സന്തോഷവും കൂട്ടായ്മ അനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനിടയാകണം. മാത്രമല്ല, നമുക്ക് വേണ്ടി സ്വർഗമഹിമകളെ വെടിഞ്ഞ് താണലോകത്തിലേക്ക് വന്ന് കാൽവറിയിലെ ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നമുക്ക് പാപപരിഹാരം തന്ന, നമ്മെ അത്ഭുതകരമായി നടത്തുന്ന, സ്വർഗാരോഹണം ചെയ്ത് തന്നിൽ വിശ്വസിക്കുന്ന ഭക്തന്മാരെ ചേർക്കുവാൻ മടങ്ങി വരുന്ന ആ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട്, ആ കർത്താവ് നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യം. അത് ഓർത്തുകൊണ്ട് ജീവിപ്പാൻ ദൈവം എല്ലാവർക്കും കൃപ നൽകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ. പാപക്കുഴിയിലാണ്ടുപോയ നരനുമോചനം പ്രാപിപ്പതിനിതിന്റെ ആഴമാണു കാരണം. അനുസരിച്ചിടാതെ ആജ്ഞ അവഗണിച്ചതാ മനുജനോടു കരുണ കാണിച്ചതിനു കാരണം. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, അതിനുള്ള ഗലമുയരമാഴമപ്രമേയമേ. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, അതിനുള്ള ഗലമുയരമാഴമപ്രമേയമേ.